ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പൊതുവിൽ സ്കൂളുകളിലെല്ലാം നടക്കുന്ന ഒരു കാര്യമാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം. അപ്പോൾ ഞാനും ദേ ഈ വർഷം പോയതേ ഉള്ളൂ ഞങ്ങളുടെ SSLC ബാച്ചിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്. ഫേസ്ബുക്ക് വന്നതോടുകൂടി നമുക്ക് എല്ലാവർക്കും നമ്മുടെ പഴയ കൂട്ടുകാരെയൊക്കെ കോണ്ടാക്ട് ചെയ്യാനും അവരുമായിട്ട് സംസാരിക്കാനും ചാറ്റ് ചെയ്യാനും അവരുടെ ഫാമിലി ഫോട്ടോസും ഒക്കെ കാണാനായിട്ട് കഴിഞ്ഞു. വാട്സപ്പിൻ്റെ വരവോടുകൂടെ ഒന്നുകൂടെ നമ്മൾ പേഴ്സണലായിട്ട് കോണ്ടാക്ട് നമ്പറൊക്കെ കളക്ട് ചെയ്യുകയും SSLC +2 ഡിഗ്രി അങ്ങനെ പല ഗ്രൂപ്പ് PG ഒക്കെ പഠിച്ചവർ അവരവരുടേതായ രീതിയിലുള്ള ഗ്രൂപ്പുകൾ ഫോം ചെയ്ത് തുടക്കത്തിൽ നമ്മൾ അറിയാമല്ലോ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോഴേക്കും എന്തുമാത്രം ആക്റ്റീവായിരിക്കും നമ്മൾ ദുരിദ്രാ മെസ്സേജ് വരും, എല്ലാവരും ആക്റ്റീവായിരിക്കും. സൈലൻ്റ് ആയിരിക്കുന്ന കുറച്ച് പേരുണ്ട്, എങ്കിലും എല്ലാവരും എന്തുമാത്രം ആക്റ്റീവായിട്ട് നന്നായിട്ട് നിൽക്കുന്നവരെല്ലാവരും കൂടെ പെട്ടെന്ന് ഒരു ആലോചന വരും, നമുക്ക് ഒരുമിച്ചൊന്ന് കൂടണം, എല്ലാവർക്കും ഒന്ന് കാണണം എന്നുള്ള ആശയം. പെട്ടെന്ന് തന്നെ നമ്മൾ ഡേറ്റും പ്ലേസും ഫുഡെല്ലാം അറേഞ്ച് ചെയ്ത് നമ്മൾ ഹാപ്പി ആയിട്ട് ഒരിടത്ത് കൂടുന്നു. അതൊരു ഭയങ്കരമായിട്ടുള്ള എൻജോയ്മെൻ്റ് ഉള്ള ഒരു മൊമെൻ്റ് തന്നെയാണ്. പക്ഷേ ഇന്ന് വാർത്തകളിൽ കുറേയൊക്കെ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം കൊണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ന്യൂസിൽ കേൾക്കുന്നുണ്ട്. ഇതേ ഇടയ്ക്കായിട്ട് കേട്ടൊരു ന്യൂസാണ്, സഹോദരി പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പോവുകയും അവിടെ വെച്ച് പഴയ സുഹൃത്തിനെ വീണ്ടും പരിചയപ്പെട്ട് പരിചയം പുതുക്കി ആ സുഹൃത്തിന് വിവാഹമായപ്പോഴേക്കും ഈ സഹോദരി ആത്മഹത്യ ചെയ്തൊരു ന്യൂസ് കേട്ടതോടുകൂടെ വീണ്ടും റീയൂണിയൻ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടി ആയ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവം പറയാം. ഞാൻ റീയൂണിയൻ്റെ മെസ്സേജൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് ഞാൻ ചോദിക്കും, നീ വരുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവൾ എപ്പോഴും ഒരു ഒഴുക്കൻ മട്ടിൽ, നല്ല ആക്റ്റീവായ കുട്ടിയാണ്, പക്ഷേ അവളൊരു ഒഴുക്കൻ മട്ടിലാണ്, നോക്കട്ടെ വരാം എന്നൊക്കെ ഒരു നല്ല രീതിയിലുള്ള ആൻസർ കിട്ടാതായപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ അവളുടെ ഹസ്ബൻഡ് പഠിച്ച സ്കൂളിൽ റീയൂണിയൻ നടത്തുകയും അപ്പോൾ പഴയ 2 സുഹൃത്തുക്കൾ വീണ്ടും കണ്ട് അവർ ഫാമിലി എല്ലാം ഉള്ളവരാണ്, അവർ ഫാമിലി എല്ലാം ഇട്ട് കളഞ്ഞിട്ട് അവരൊരുമിച്ച് പോയി ജീവിക്കാനായിട്ട് തുടങ്ങിയതോടുകൂടെ സ്കൂളിലും ആ നാട്ടിലെല്ലാം അത് വലിയ പ്രശ്നമാവുകയും പിന്നെ റീയൂണിയന് സ്കൂൾ തുറന്നു കൊടുക്കാതെയായി. അതിനുശേഷം അവർക്ക് എല്ലാവർക്കും റീയൂണിയൻ എന്ന് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര പേടി തന്നെയായി. അപ്പോൾ അവൾക്ക് ഒരിക്കലും റീയൂണിയൻ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് വരാനായിട്ട് കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. ഞങ്ങളുടെ റീയൂണിയൻ നടന്ന സമയത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എല്ലാവരോടും ചോദിച്ചായിരുന്നു, എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ? തിരക്കുള്ളവരൊക്കെ പറഞ്ഞത് ആ തിരക്കുള്ള ലൈഫിൽ നിന്ന് ഈ റീയൂണിയൻ എന്ന് പറയുന്ന ഒരുപാട് റിലാക്സേഷനായി, നല്ല ഹാപ്പിയായി, ഒന്നുകൂടെ വർക്കിൽ ആക്റ്റീവ് ആകാനായിട്ട് പറ്റിയെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ വീട്ടിൽ ആയിരിക്കുന്നവരുണ്ട്, വീട്ടു ജോലിയൊക്കെ ചെയ്ത് മക്കളെയൊക്കെ നോക്കി വീട്ടിലായിരിക്കുന്നവർക്കും ഈ ഒരു റീയൂണിയൻ എന്ന് പറയുന്നത് ഭയങ്കര ഹെൽപ്ഫുള്ളായി, നല്ല ഹാപ്പിയായി, വർഷങ്ങൾക്ക് ശേഷം നല്ല ആക്റ്റീവായി സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞ ഒരു അവസരമായിട്ടാണ് അവർക്കും ഈ റീയൂണിയൻ ഫീൽ ചെയ്തത്. അപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ്. ഈ റീയൂണിയൻ്റെ ആ ഒരു ഹാങ് ഓവർ ഒരു 3-4 ദിവസം ഉണ്ടായിരുന്നു. അത്രയും ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു. എല്ലാവരോടും കാണാനും സംസാരിക്കാനും ഫാമിലിയെ പരിചയപ്പെടാനും ഒക്കെ കഴിഞ്ഞത്. പക്ഷേ ഈ ഓരോ ഗ്രൂപ്പുകളിലും ആരൊക്കെ പേഴ്സണലി ചാറ്റ് ചെയ്യുന്നുണ്ട് എന്നൊന്നും നമുക്കറിയാനായിട്ട് പറ്റത്തില്ല. നേരത്തെ പറഞ്ഞ പോലെ ഓരോ കാര്യത്തിനും പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. എല്ലായ്പ്പോഴും പോസിറ്റീവ് സെലക്ട് ചെയ്യുക, പോസിറ്റീവ് ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അത്രയേ ഉള്ളൂ. ബൈ.